നമ്മൾക്ക് ഒന്ന് രണ്ട് ക്രാവിനെ പൊക്കുവാൻ ക്രാബ് എടുത്തോ. ഒരു 3 ക്രാവിനെ പൊക്കിയിട്ടുണ്ട് നമ്മളെ ലൈവ് ക്രാബ് പോട്ടാണ്. ക്രാബ് പോട്ട്. അപ്പോൾ ഈ ക്രാബ് പോട്ടിനകത്തൊരു ചിക്കൻ്റെ കഷ്ണമൊക്കെ വെച്ചിട്ട് അമ്പാൻ്റെ കൂടെ ക്രാബ് പിടിക്കാൻ വന്നേക്കാണ്. അപ്പോൾ മുൾറോയ് പിയറാണ് ഇവിടെ ഒരു വുഡ് ലാൻഡ് പിയർ അവിടെ വന്നേക്കുവാണ്. അപ്പോൾ അമ്പാൻ്റെ സാധനത്തിന് വെള്ളത്തിലേക്ക് ഇറക്കി വിടുക. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് നേരെ ഇറക്കി വിടും സാധനം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ക്രാബ് വന്ന് അതിൻ്റെ അകത്ത് കയറും. അങ്ങനെ അമ്പാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ ഇരുന്ന അപ്പം തന്നെ അമ്പാനെ വിളിച്ചു, വാ ഞണ്ട് പിടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട്. അമ്പാനും അമ്പാൻ്റെ ഭാര്യയും ഗർഭിണിയായ ഭാര്യയും കൂട്ടി വന്നേക്കുവാണ്. എന്നിട്ട് ഞണ്ട് പിടിക്കണൊക്കെ നോക്കി ഒരു തീരത്ത് നിൽക്കുകയാണ്. ഭയങ്കര അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ട് ഈവനിങ് ആണ്. പറയാ ഞണ്ട് വല്ലതും കയറിയോ? പതുക്കെ വലിച്ചാൽ മതി. ഉണ്ടോ ക്രാബുണ്ടോ അതിനകത്ത്? രണ്ട് കുഞ്ഞിക്കാവ്, ഒരു കുഞ്ഞി പരലും, 2 കുഞ്ഞി പരലും കിട്ടിയിട്ടുണ്ട്. ഞണ്ട് നമുക്കപ്പോൾ ഒരു ഞണ്ടിനെ കിട്ടി. വിടറാ ഞണ്ടേ. അതിൻ്റെ ആദ്യത്തെ ഞണ്ടാണ്. ഇവിടെ വന്നിട്ട് ഞണ്ട് കിട്ടിയേക്കാണ്. അതുകൊണ്ട് മോദ സന്തോഷം കണ്ടോ അമ്മേൻ്റെ. ഇവൻ്റെ കണ്ടോ, ഇവൻ്റെ ഈ കാല് കണ്ടോ, ക്ലോസ് കണ്ടോ, അവൻ്റെ കണ്ണ് കണ്ടോ, നോക്കണുണ്ടോ, കണ്ടോ മുട്ടൻ ക്രാവ് കണ്ടോ. ഇവനെ പിടിക്കണുണ്ട്. ഇവൻ്റെ ഈ കാലിലെടുത്ത് നമ്മൾ പിടിക്കരുത്. ഓക്കെ ഫസ്റ്റിൽ കേട്ടോ അങ്ങേര് വേണ്ട ക്രാവ് പിടുത്തക്കാരനായിരുന്നു. ഇവിടെ തൊട്ട് നോക്കി, ടച്ച് ചെയ്ത് നോക്കി. ഇവിടുത്തെ ഏതോ മതാവ ക്രാവ് പിടിക്കുന്ന കണ്ടിട്ട് അത് കണ്ടു പഠിച്ചിട്ട് വലിയ ഡയലോഗ് അടിക്കുന്ന ടീം. പിന്നെ ഏത് മലയുടെ മുകളിൽ ക്രാവോ? നീ കൈ കുത്തിയാൽ നിന്നെ കടിക്കും ഞെറുക്കും. നമുക്കൊരു കുഞ്ഞ് ക്രാവിനെ കിട്ടിയേക്കാം. അപ്പോൾ ഇവള് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അവനെ പിടിച്ചിട്ട് താഴെ വീണ് പോയി. ഞാൻ പിടിച്ചേ കണ്ടോ, ഓടിപ്പോണോ. അങ്ങനെ പിടിക്കാൻ വേണ്ടി ആദ്യം എന്നാ ചെയ്യേണ്ടത് അറിയാവോ? ഇവനെ ഇങ്ങനെ ഒന്ന് പിടിക്കണം. അങ്ങനെ പിടിച്ചിട്ട് ഇവനെ ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. കടിക്കുവോ? പിടിച്ചു നോക്കി. പിടിച്ചു നോക്കി. താഴെ അവനെ കാവിനൊന്ന് പിടിച്ചു നോക്കി. ഞാൻ പിടിപ്പിക്കാം. പിടിച്ചോ. അവന്റെ എക്സ്പ്രഷൻ എടുക്കണേ പെട്ടെന്ന് നിൽക്കുമ്പോൾ കടിക്കട്ടതിന് മുമ്പ്. കാവ് അയ്യോ പോടാ, പോയി വലുതായി മുട്ടനായിട്ട് വാ. നമ്മൾ ക്രാവിനെ പിടിച്ചവിടെ ഇട്ട് വെച്ചേക്കുവാ. ഇതിൻ്റെ കൂട്ടത്തിലേതൊരു പരല് പോലത്തെ കുറച്ച് കുഞ്ഞു മീനും വന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ ക്രാബ് മാത്രമല്ല, കുറേ റോക്ക് ഫിഷ് ഉണ്ട്, പിന്നെ സ്റ്റാർ ഫിഷ് ഉണ്ട്. സ്റ്റാർ ഫിഷൊക്കെ ഭയങ്കര രസമായിട്ട് വെള്ളത്തിൽ തിളങ്ങി കിടക്കുന്നതാണ്. ക്യാമറ വെള്ളത്തിന് മുകളിൽ നിർത്തുക കാരണം ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഞണ്ടിനെ പിടിച്ചോണ്ടിരുന്ന് പുറം വന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ കിടക്കുന്നത്. അപ്പോൾ അതിനെ കുറച്ച് നേരം കയ്യിലൊക്കെ വെച്ച് നോക്കി സംഭവം എന്നാ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ തിരിച്ച് വെള്ളത്തിലേക്ക് കൊണ്ട് വിട്ടിട്ടുണ്ട്. സ്റ്റാർ ഫിഷ് നമ്മൾ വെള്ളത്തിലേക്ക് തിരിച്ച് വിടുവാണ്. നോക്കാം. വെള്ളത്തിട്ടപ്പോൾ സാധനം കാണാൻ നല്ല ലുക്കായിട്ട്. ഞണ്ട് കയറിയോ? പോട്ടെ, പൊക്ക് ഞണ്ടിനെ പൊക്ക്. ഒരുത്തൻ വന്ന് കയറി. അത്ര വലുതല്ല, എന്നാലും ഒരുത്തൻ കയറിയിട്ടുണ്ട്. അവനെ നമുക്ക് പൊക്കിയേക്കാം. ഓടലടാ പൊക്കി എടുക്കട്ടെ. അമ്പനെ പിടിച്ചങ്ങിട്ടെ, എടുത്തങ്ങിട്ടെ. അങ്ങനെ കുറേ ഞണ്ടുകളെ പിടിച്ച് കൂട്ടിയിട്ടുണ്ട് നമ്മൾ. പക്ഷെ അതൊന്നും ചെയ്യത്തില്ലെന്നേ. ഇനി ചിക്കൻ പോലെ ഞണ്ടിനെ പിടിച്ചിട്ട് പ്രശ്നങ്ങളെ കൊണ്ട് കൊടുത്തേക്കുക. പ്രശ്നങ്ങളെ എന്തോ സെറ്റ് ചെയ്യാൻ പോകണം. ഓരോ ഞണ്ടായിട്ട് തോണ്ടി താഴെ അമ്പോ എന്നാ ചെയ്യാൻ പോടി ഇതിനെ. അതിലും നരകം കൊടുത്ത് ചൂടുകൊണ്ടാണ് പെട്ടെന്ന് ഒടിച്ചെടുത്താ പോരെ. എടി കാല് ഒടിച്ചെടുക്കല്ലേ നല്ലത്, അല്ലെങ്കിൽ പിന്നെ അതിന്റെ മാംസം പറഞ്ഞു പോകില്ലേ. ഇവനാണ് കളയേണ്ടത്. കൊന്നിട്ടല്ലേടോ ഇത് കട്ട് ചെയ്യണ്ട. ബ്രോ വലിച്ചു പറിക്കും, കൈ വലിച്ചു പറിക്കും. കടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചായ കുടിക്കാം.
ഉരുളി വറകടപ്പും ഒക്കെ നമ്മൾ അങ്ങ് ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാം കേട്ടോ കറുത്തമ്മ. കുറച്ച് ദിവസം വെന്തളിഞ്ഞു തോന്നുന്നു. പിന്നെ വെള്ളം ഉടുപ്പ് ഭയങ്കര പ്രത്യേകത കാട്ടുണ്ടല്ലോ. ഏതാണ്ട് കൊണ്ടിടാം ഡബ് ചെയ്ത് നമ്മൾ പിടിച്ച ഞണ്ട് നല്ല വെന്ത് ചുമന്ന് വന്നേക്കാണ്. നല്ല സെറ്റായിട്ട് മസാലയൊക്കെ പിടിച്ച് തുപ്പല് ചേർത്താലേ ഉപ്പ് കറക്റ്റേ ഉള്ളൂ. നീ ഇങ്ങോട്ട് നോക്ക് എങ്ങനെയുണ്ട്. കൊള്ളാം, സംഭവം കൊള്ളാം. തീ കുറച്ച് വെക്ക്. ആ മസാല പിടിക്കുന്ന നേരം കൊണ്ട് അമ്പ 2 പൊറോട്ടയും കടിച്ചെടുത്തു നല്ല സെറ്റായിട്ട്. അപ്പൊ നമ്മളെ 2 കറിയും പൊറോട്ട സെറ്റായിട്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കഴിക്കാൻ പോവാണ്. നല്ല പൊറോട്ടയും കൂട്ടി ഞണ്ട് കറി. എന്തൊരു കോമ്പിനേഷൻ അല്ലേ, പൊറോട്ടയും ഞണ്ട് കറി കൂട്ടി അടിച്ചോണ്ടിരിക്കുകയാണ്. പൊറോട്ടയും കൂട്ടി അങ്ങനെയുണ്ട്. ഞണ്ട് കറി എങ്ങനെയുണ്ട്, സെറ്റാണോ? നമ്മളെ കഴിക്കുന്നുണ്ട് ഞണ്ട് കറി. അപ്പൊ ഞണ്ട് കറി നല്ല പൊറോട്ടയും കൂടെ കൂട്ടി അടിച്ചോണ്ടിരിക്കുക അല്ലേ. സൂപ്പർ ഞണ്ട് കറി. ഞണ്ട് കറി ഇങ്ങനെ വെച്ചിട്ട് തേങ്ങ കൂട്ടും